ഭീകരാക്രമണം ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായി തന്നെ കരുതും എന്നടക്കം ഉന്നതതല യോഗത്തിന്റെ തീരുമാനങ്ങൾ, ചർച്ചകൾ, അതേക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ. രതീഷ്, ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച ഒരു ഉന്നതതല യോഗത്തിന് ശേഷം സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകളാണിത്. അതായത് ഇനി ഭാവിയിൽ ഇന്ത്യയിൽ ഏത് ഭീകരാക്രമണം ഉണ്ടായാലും അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധം എന്നുള്ള നിലയ്ക്ക് തന്നെ കരുതി അതിനനുസരിച്ച് പ്രതികരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട്. അതായത് നിലപാട് ഇന്ത്യ കടുപ്പിക്കുന്നു. എല്ലാ ഭീകരാക്രമണങ്ങളും ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായി കരുതും, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ പ്രതികരിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു നടപടി തന്നെ ആര് നടത്തിയാലും, ആര് ഭീകര പ്രവർത്തനം നടത്തിയാലും ലഭിക്കും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഇന്ത്യ കർക്കശമായൊരു നിലപാടിലേക്ക് പോകുന്നു. യാതൊരു വിധത്തിലും ഇനി ഭീകരാക്രമണവുമായി യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഒരു തരത്തിലുള്ള സ്ട്രാറ്റജിക് റിസ്ട്രെയിൻറ്റോ അങ്ങനെയുള്ള യാതൊരുവിധ നടപടിയുമില്ല. ഇന്ത്യ ഭീകരാക്രമണത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് തന്നെ അത് ഇന്ത്യക്കെതിരെയുള്ള, രാജ്യത്തിനെതിരെയുള്ള ഒരു യുദ്ധം എന്നുള്ള നിലയ്ക്ക്, ഒരു വെല്ലുവിളി എന്നുള്ള നിലയ്ക്ക് തന്നെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇതിനെ നേരിടും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സേനാ ഉദ്യോഗസ്ഥ, സേനാ മേധാവികളും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും പ്രതിരോധ മന്ത്രിയും പ്രതിരോധ സെക്രട്ടറിയും ഒക്കെ പങ്കെടുത്ത ആ യോഗത്തിന് ശേഷമുള്ള നിർണായക തീരുമാനമാണിത്. നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ത്യ. എല്ലാ ഭീകരാക്രമണങ്ങളും അത് ഇന്ത്യക്കെതിരെയുള്ള വെല്ലുവിളിയായി, ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായി കരുതിക്കൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ നേരിടുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. നിർണായകമായ തീരുമാനമാണ്. നാളെ ഇനി ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടായാൽ, ഇന്ത്യയുടെ മണ്ണിലുണ്ടായാൽ, അത് എവിടെ നിന്നാണോ ഭീകരർ ഉത്ഭവിച്ചത് ആ രാജ്യത്ത് കയറി ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളൊരു സന്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഇപ്പോൾ വിമാന റാഞ്ചൽ, പിന്നീട് പാർലമെന്റ് ആക്രമണം, മുംബൈ ഭീകരാക്രമണം, ചെറുതും വലുതുമായ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പഹൽഗാം. അപ്പോൾ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അതിനെ രാജ്യത്തിനെതിരായി യുദ്ധമായി കാണും എന്ന് പറയുമ്പോൾ പുതിയൊരു സ്ട്രാറ്റജിയിലേക്ക് ഇന്ത്യ നീങ്ങുന്നു. മാത്രമല്ല, ലോകത്തിന്റെ ആകെ വികാരവും ഇപ്പോൾ UN രക്ഷാസമിതിയുടെ ഉൾപ്പെടെ വികാരവും പരസ്യമായി സ്വീകരിച്ചിരിക്കുന്ന നിലപാടുമെല്ലാം അതാണല്ലോ. ഭീകരതയ്ക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടം എന്ന നിലയിൽ തന്നെയാണല്ലോ ലോകത്തെ മൊത്തം രാജ്യങ്ങളുടെ ഒരു സമീപനം, മാറിയ സമീപനം. ഭീകരതയ്ക്കെതിരായ ചെറുത്തുനിൽപ്പ് അതെല്ലാ രാജ്യത്തിന്റെ അവകാശമാണ് എന്ന സമീപനം കൂടി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകില്ലേ? തീർച്ചയായും. നമ്മൾ വേറൊരു വിഷയമുള്ളത്, മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇന്ത്യ അക്കാര്യത്തിൽ നിന്നും പിന്നോട്ട് പോയി ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലൂടെയൊക്കെ ഈ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ഒരു സ്ട്രാറ്റജിക് റിസ്ട്രെയിൻറ്റ് എന്നുള്ളതായിരുന്നു. അതായത് പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണ്, ആണവ ശക്തിയുണ്ട്, ആണവ ആയുധങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ത്യ അങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് പാകിസ്ഥാന്, തുടങ്ങിയ തരത്തിലുള്ള വാദങ്ങളും വാദപ്രതിവാദങ്ങളും ആഖ്യാനങ്ങളും ഒക്കെ ചമച്ചാണ് ഇത്രയും കാലം നമ്മൾ മുമ്പോട്ട് പോയത്. പക്ഷേ കഴിഞ്ഞ 3 ഭീകരാക്രമണങ്ങൾ, അതായത് ഊറിയിലും പുൽവാമയിലും അത് കഴിഞ്ഞതായി ഇപ്പോൾ പഹൽഗാമിലും പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് നൽകിയത്. ഊറിയിൽ നമ്മൾ സ്ട്രാറ്റജിക് സ്ട്രൈക്ക് നടത്തി, അതായത് ഒരു മിന്നലാക്രമണം നടത്തി, ഭീകര ക്യാമ്പുകൾ തകർത്തു. പുൽവാമയ്ക്ക് ശേഷം നമ്മൾ ബാലാക്കോട്ടിലേക്ക് കടന്നു കയറി, അതായത് ഖൈബർ പക്തൻഖ്വയിലേക്ക് കടന്നു കയറി ഭീകര ക്യാമ്പുകൾ തകർത്തു. ഇപ്പോൾ പെഹൽഗാമിന് ശേഷം പാകിസ്ഥാനിലേക്ക് കടന്നു കയറുന്നു. പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമുള്ള ഭീകര ക്യാമ്പുകളെല്ലാം തന്നെ തകർത്തുകൊണ്ട് ലോകത്തിന് മുന്നിൽ അത് തെളിവായി വെച്ചുകൊണ്ട് ഇന്ത്യ പോരാടി. അപ്പോഴാണ് ഇപ്പോൾ അതിനേക്കാൾ ശക്തമായ നിലപാടിലേക്ക് ഇന്ത്യ വരുന്നു. ഇനി ഇത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ, അതായത് ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായി മാത്രം കണക്കാക്കി നമ്മൾ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ലോകരാഷ്ട്രങ്ങൾ പലപ്പോഴും അമേരിക്ക ഈ ഭീകരവാദം ഒരു എക്സ്ക്യൂസായിട്ട് എടുത്ത് പല രാജ്യങ്ങളിലേക്കും കടന്നു കയറിയിട്ടുണ്ട്. അവിടുത്തെ ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കാൻ അമേരിക്ക കൂട്ടുനിന്നിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നിൽ അമേരിക്ക പറഞ്ഞിരുന്ന വാദം ഭീകരവാദം എന്നായിരുന്നു. അതേ ഒരു നിലപാട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയും അക്കാര്യത്തിൽ ആ നിലപാടിലേക്ക് തന്നെ വരികയാണ്. ഇന്ത്യക്ക് നേരെയുള്ള എല്ലാ ഭീകരാക്രമണങ്ങളും അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായി കാണുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ട്രാറ്റജിക്കായ പുതിയൊരു നിലപാടിലേക്ക് ഇന്ത്യ എത്തുകയാണ്. രാജ്യത്തിനെതിരായ ഭീകരവാദ ആക്രമണങ്ങൾ എപ്പോൾ എവിടെയുണ്ടായാലും, നമ്മുടെ അതിർത്തിക്കുള്ളിൽ എവിടെയുണ്ടായാലും അത് രാജ്യത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമായി, യുദ്ധമായി തന്നെ കാണും, തിരിച്ചടിക്കുമെന്ന സന്ദേശം വ്യക്തമാക്കി നിലപാട് വ്യക്തമാക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകുന്ന ഈ ഘട്ടത്തിൽ